പൊന്നൂസ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ധനുഷ്കോടിയിലാണ് ഉള്ളത്. ധനുഷ്കോടിയിലത്തെ കാഴ്ചകൾ, കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നടുക്ക് കരയും, പിന്നെ രണ്ട് സൈഡിലും കടലുമായിട്ട് റോഡും. ഇവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ഇത് പലതരം ഇത് ശംഖുകൾ കൊണ്ടുള്ള ഇത്, പിന്നെ കല്ലുകള്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ശംഖുകൾ ഇത് വലിയ വലിയ ശംഖുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വരുന്നവർക്ക് മേടിക്കാനുള്ള സൗകര്യം അവര് ഒരുക്കുന്നത്. പിന്നെ മാലകളൊക്കെ ഉണ്ട്, കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ് പോലത്തെ സാധനങ്ങള്. ഇത് ചുറ്റിലും ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇവിടുന്ന് ഡയറക്റ്റ് ഫിഷ് പിടിച്ച് അവര് ഉച്ചയാകുമ്പോഴത്തേക്കും അതൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് കറി വെച്ചൊക്കെ തരും കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേണ്ടുന്നത് നമുക്ക് ചെയ്തു തരും. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം എത്ര മണിയായിട്ടുണ്ടാവും? 7:08. അപ്പൊ 7:10 നമുക്ക് കൂട്ടാം. 7:10 ആകുമ്പോഴത്തേന് ഇത്രയും തിരക്കാണെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോ എത്ര തിരക്കുണ്ടാവും ഇവിടെ. ഉണ്ടോ കുറച്ച് റൈഡേഴ്സിന്റെ ഇതാണ്. അവരുടെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാരും ഇപ്പൊ ഒരേ ലെവലില് പോവും. അതുകൊണ്ട് അവര് പോന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ. ആരും ഒന്ന് നോക്കും, അവരൊരു പടക്കം പൊട്ടിച്ചിട്ട് പോകുന്ന പോലെയുണ്ട്. എല്ലാം റോയൽ എൻഫീൽഡിന്റെ വണ്ടികളും. അങ്ങനെ ലാസ്റ്റ് ആളും ഇതെങ്ങനെയാ ഇതിന്റെ റേറ്റ്? ശംഖിന്റെ റേറ്റ് എങ്ങനെയാ? ഇത് ആ 180. അപ്പൊ ആ വലുതിനോ? 1200. ഇവിടെ മുഴുവൻ ഇതാ കേട്ടോ. ശംഖ് കൊണ്ടുള്ള പലതരം ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. മേടിക്കുന്നവരും ഉണ്ട് കേട്ടോ. പലതരം റേറ്റും ആണ്. ൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ് ധനുഷ്കോടി. രാവിലെ തന്നെ ഇങ്ങനെ കച്ചവടമൊക്കെ ആക്കിയിട്ട് ഇവിടെ വയ്ക്കുകയാണ് കേട്ടോ. 7 മണി അങ്ങനെ ആകുമ്പോൾ തന്നെ ഉണ്ടല്ലേ സ്വാമിമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ കുളിക്കുക ഉണ്ടോ. ചക്കരക്കല്ല. ചോളം, വത്തക്ക, മാങ്ങ, കക്കിരി അപ്പുറത്തും ഉണ്ട് കേട്ടോ. അപ്പുറത്തും ചക്കരക്കല്ല്, ചോളം, നെല്ലിക്ക, ചതുര നെല്ലിക്ക, പിന്നെ പഴം, മാങ്ങ, പച്ചമാങ്ങ. ഇതുണ്ടോ?
വേണ്ടോ? എങ്ങനെയാ അപ്പൊ 30 രൂപയാ? ഒന്നിന് 30 രൂപയോ? പൈനാപ്പിളിനോ? എല്ലാം വന്ന് 30 രൂപ. 30. പൊടി പൊടി വേണോ? നമ്മള് ധനുഷ്കോടിയില് വന്നത് കോയമ്പത്തൂര് ഡിണ്ടികളിലൂടെയാണ് കേട്ടോ. അപ്പൊ ഞാന് രാവിലെ പിന്നെ ഇങ്ങനെ കടല് നോക്കി നിക്കാണ്. കടലിലേക്ക് എത്ര സമയം നോക്കി നിന്നാലും നമുക്ക് മടുപ്പില്ല. കാരണം തിരമാലകൾ ഇങ്ങനെ വരുന്ന കാണാൻ നല്ല ഭംഗിയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ നല്ല പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ട്. അതില് കച്ചു ഇതാക്കിയിട്ടുണ്ട്, എന്ത് മുളക്. അപ്പൊ ഒന്ന് തിന്നു നോക്കട്ടെ. വായിൽ വെള്ളം വരുന്ന കാണുമ്പോ തന്നെ. സൂപ്പർ, നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രാവിലെ ഫ്രൂട്ട്സ് കഴിക്കാന്ന് പറയും. അപ്പൊ ഞാൻ കടലിൽ നോക്കിയിട്ട് ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ. ഇതുണ്ടോ എന്ത് രസം ഇങ്ങനെയൊക്കെ കാണാൻ. ഞാൻ കല്ലിൽ നിന്നിട്ടുണ്ടെങ്കില് പിന്നെ എന്താ പറയാ, തിരമാലകൾ അടിക്കുന്നതൊക്കെ നമ്മളെ മേത്തായനെ. ഉണ്ടില്ലേ?